നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. പുതിയ വർഷത്തെ ആദ്യ മാസമായ ജനുവരി മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ഈ മാസത്തിൽ കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നാധിപതി ഇഷ്ടസ്ഥാനത്ത് സഹായസ്ഥാനത്താണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ കർമാധിപതിയും പൂർവ്വപുണ്യസ്ഥാനാധിപതിയുമായിട്ട് ശുക്രൻ ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം രുചകായോഗം ചെയ്തുകൊണ്ട് ലഗ്നത്തിൽ ചൊവ്വ വരും. അതേപോലെ തന്നെ ബുധൻ 17-ാം തീയതി ലഗ്നത്തിലേക്ക് വരും. അപ്പോൾ നിപുണായോഗം ഉണ്ടാകും. നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, തൊഴിൽ അഭിവൃദ്ധി, നേതൃസ്ഥാനാധിപത്യം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ കുറച്ച് വ്യാഴപ്പഴമുണ്ട്. കാരണം 6-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പം ശത്രുകൃതമായിരിക്കുന്ന ദോഷങ്ങൾ അനുഭവിക്കാനുള്ളൊരു ദോഷം ഈ മാസത്തിലില്ല. അതേപോലെ ഭാഗ്യാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ളൊരു യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. അതേപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. എന്നാൽ സാമ്പത്തിക ഞെരുക്കം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ നടുവേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥയ്ക്കുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും രാഹുപൂജയും കേതുപൂജയും ചെയ്തിട്ട് ആ രാഹുകേതുക്കളുടെ അനിഷ്ടഭാവസ്ഥിതിക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. 4-ാം ഭാവാധിപതി ശുക്രനോട് ചേർന്ന് നിൽക്കുന്ന നേരം വീട് നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. വീട് മോടി പിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഭൂമി വാങ്ങാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള എല്ലാ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കും ദാമ്പത്യ സുഖം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലവ് ജാസ്തി വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ, വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലവ് കൂടുതൽ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നോക്കി കണ്ട് ചെലവഴിക്കുക. അതേപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. പൊതുവെ മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. പക്ഷേ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസം മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനൊക്കെ സമയം കണ്ടെത്തിയ 2026 ജനുവരി മാസം ഏറ്റവും നല്ല സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സന്തോഷമുള്ളതും സാമ്പത്തിക വർധനവിനും യോഗമുള്ള സമയമാണ്. പക്ഷേ നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ 2 കാര്യങ്ങൾക്കും പരിഹാരം വരികയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ അഭിവൃദ്ധിക്കും ഉയർച്ചയും യോഗമുള്ള ഒരു മാസവും കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.